ഹായ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ഇവാലുവേഷൻ ഫങ്ഷണലാണ് നമ്മൾ പഠിച്ചു നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അതായത് എഫ് ടി എന്ന് പറയുന്ന ഫങ്ഷൻ, ടി എന്ന് പറയുന്നൊരു പോയിൻ്റ് അതായി കിടക്കുന്നത് എഫ് ടി. ഓക്കെ, എഫ് ടി എന്ന് പറയുന്ന ഫങ്ഷൻ അത് എവിടെ നിന്ന് എങ്ങോട്ടാ? സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻട്രോൽ എ ബി. ഓക്കെ, ഇവിടുന്ന് എങ്ങോട്ടേക്ക്? എഫിലേക്കുള്ള മാപ്പിംഗ്. ഇതെങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത്? ഏതെങ്കിലും ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ നമ്മൾ എക്സ് ചൂസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഇവാലുവേറ്റ് ചെയ്യും. എഫ് ടി എക്സ് കണ്ടുപിടിക്കും. എഫ് ടി എക്സ് കണ്ടുപിടിക്കുന്നത് എന്താ? ആ ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് ടി നമ്മൾ കണ്ടുപിടിക്കും. അപ്പം ഒരു ഫംഗ്ഷനെ അറ്റ് ദ പോയിന്റ് ടി കണ്ടുപിടിക്കുമ്പം ആ കിട്ടുന്ന വാല്യൂ ഡെഫിനറ്റ് ആയിട്ടും എന്തായിരിക്കും? ഒരു സ്കേലാർ ആയിരിക്കും. ഇപ്പം സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഓക്കെ, അറ്റ് വണ്ണിൽ ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താ? സൈൻ വൺ. സൈൻ വൺ എന്താണ്? ഒരു സ്കേലാർ ആണ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഇ എഫ് ടി എന്ന് പറയുന്ന ഇവാലുവേഷൻ ഫങ്ഷണൽ, ഇതൊരു ഡെഫിനറ്റ് ആയിട്ട് എന്ത് തന്നെയാണ്? ഒരു ഫങ്ഷണലാണ്. ഓക്കെ, ഫങ്ഷണലും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തമ്മിലുള്ള ലീനിയർ ഫംഗ്ഷൻ തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. ഫങ്ഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡിലേക്കുള്ള മാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫങ്ഷണൽ എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിളോട് പറയാം. അടുത്ത എക്സാമ്പിളാണ് ഈ എക്സാമ്പിൾ 3 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് T1 T2 എക്സെട്ര Tn, T1 T2 എക്സെട്ര Tn എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻട്രോൽ എ ബിയിലെ ഏതെങ്കിലും n പോയിന്റ്സ് ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, W1 W2 എക്സെട്ര Wn എന്ന് പറയുന്നത് ഫീൽഡിലെ ഏതെങ്കിലും n പോയിന്റ്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഏതെങ്കിലും n സ്കേലേഴ്സ് ആണ് ഇത്. എഫ് എന്ന് പറയുന്ന മാപ്പ് അതെവിടുന്ന് എങ്ങോട്ടേക്കാണ്? ഓക്കെ, നമ്മുടെ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്ലോസ്ഡ് എ ബി നിന്ന് എഫിലേക്കുള്ള, ഇവിടുന്ന് എഫിലേക്കുള്ളൊരു ലീനിയർ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകാം. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡൊമൈനിൽ നിന്നും, അതായത് ഇതാണ് നമ്മുടെ ഡൊമൈൻ, ഈ ഡൊമൈനിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ചൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: സിഗ്മ ഐ ഈക്വൽ ടു 1 to n എക്സ് ഓഫ് ടി ഐ. നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ എവിടെ ഇവാലുവേറ്റ് ചെയ്യണം? ഈ T1 T2 എക്സെട്ര Tn എന്ന് പറഞ്ഞ n പോയിന്റ് ഇല്ലേ, അവിടെ ഇവാലുവേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതുവാണേ: എക്സ് ഓഫ് T1 W1 എക്സ് ഓഫ് T2 W2 എക്സെട്ര എക്സ് ഓഫ് Tn Wn. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് ഡെഫിനറ്റ് ആയിട്ടും ഒരു സ്കേലാർ ആയിരിക്കത്തില്ലേ? കാരണം W1 W2 എക്സെട്ര Wn എന്ന് പറയുന്ന സ്കേലാർ ആണ്. ഇനി എക്സ് ഓഫ് T1 ഒരു സ്കേലാറാണ്, കാരണം എക്സിനെ ഇവാലുവേറ്റ് ചെയ്യണം അറ്റ് T1. എക്സ് ഓഫ് T2 എന്താണ്? ഒരു സ്കേലാർ ആണ്, ഇവാലുവേറ്റ് ചെയ്യാണ്. എക്സെട്ര എക്സ് ഓഫ് Tn എന്താണ്? ഒരു സ്കേലാർ ആണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ എക്സ് ഓഫ് T1 എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എഴുതിയ ഏതിന് തുല്യം എന്നറിയോ? എഫ് ഓഫ് T1 x1 പ്ലസ് ഇതിനെന്ത് എഴുതാം? എഫ് ഓഫ് T2 എക്സ് W2 എക്സെട്ര എക്സ് ഓഫ് Tn എന്ന് വെച്ചാൽ ബേസിക്കലി ആരാ? എഫ് ഓഫ് Tn എക്സ് ഇൻറ്റു W. മനസ്സിലായോ? ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ എഴുതിയ അതിൻ്റെ എന്താണ്? ഒരു ലീനിയർ കോമ്പിനേഷനാണ്. നമ്മൾ നേരത്തെ എഫ് ഓഫ് T1 എഫ് ഓഫ് T2 എക്സെട്ര എഫ് ഓഫ് Tn പോലുള്ള ഇവാലുവേഷൻ ഫംഗ്ഷനുകൾ കണ്ടു. ഇതെല്ലാം തന്നെ എന്താണ്? ഈ എഴുതിക്കുന്ന എഫ് ഓഫ് T1 എക്സെട്ര എഫ് ഓഫ് Tn എന്ന് പറയുന്നത് നമ്മുടെ ഇവാലുവേഷൻ ഫങ്ഷണൽസ് ആണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതിനൊരു പേരുണ്ട് ഈ ഫംഗ്ഷനിൽ എഫ്. അപ്പം ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിലെ പേരാണ് ക്വാഡ്രേച്ചർ ഫോർമുല. ഓക്കെ, അതത്ര ഇമ്പോർട്ടൻ്റ് കാര്യമല്ല, എന്നാലും ആ പേര് അറിഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് ലീനിയർ ഫങ്ഷണൽ എക്സാമ്പിൾ. ഇനി ബാക്കിയുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് തനിയെ ഒരു ഹോംവർക്ക് ആയിട്ട് തരുവാണ്. നിങ്ങളപ്പോൾ തനിയെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ എക്സാമ്പിൾ ഒക്കെ ഈ എക്സാമ്പിൾ 2.5 ഒക്കെ നിങ്ങൾക്ക് തനിയെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എക്സാമ്പിൾ 2.5
ഒരു 1, 2, 3, 4 എക്സാമ്പിൾസ് ഉണ്ട്. അത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. അതെല്ലാം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ അല്ലെങ്കിൽ ലീനിയർ ഫങ്ഷണൽസ് ആണോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇത് ഇത്രയും ഹോംവർക്കാണ്. ഇനി നമുക്ക് അടുത്തൊരു തിയറത്തിലേക്ക് പോവാം. എല്ലാവരും ഹോംവർക്ക് നോക്കണം, അത് ലീനിയർ ഫംഗ്ഷൻ ആണോ എന്ന് നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാം വെരിഫൈ ചെയ്തിട്ടുണ്ട്. തിയറം എന്ന് പറയുന്നത് ഇതാണ്: ടി എന്ന് പറയുന്നത് വിയിൽ നിന്നും ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. ഓക്കെ, എങ്കിൽ ദ ഫോളോയിങ് ആർ ട്രൂ. അതിലാദ്യം പറയുന്നത് എന്താണ്? ടി ഓഫ് 0 ഈക്വൽ ടു 0. ടി ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനും വിയിലുള്ള 0 വെക്ടറിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? ആ ഡബ്ല്യൂയിലുള്ള 0 വെക്ടറിലേക്ക് മാപ്പ് ചെയ്യും. അതായത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ടി എന്ന് പറയുന്നത് വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിൽ നിന്നും ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ സ്പേസിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ വി വെക്ടർ സ്പേസ് ആയതുകൊണ്ട് അവിടെ ഒരു 0 എലമെൻ്റ് ഉണ്ട്. ഡബ്ല്യു ഒരു വെക്ടർ സ്പേസ് ആയതുകൊണ്ട് അവിടെയും എന്തുണ്ട്? ഒരു 0 എലമെൻ്റ് ഉണ്ട്. ഈ ട്രാൻസ്ഫോർമേഷൻ 0യെ 0യിലേക്ക് മാപ്പ് ചെയ്യത്തുള്ളൂ. അതായത് ടി ഓഫ് 0 ഈസ് ഓൾവേസ് ഈക്വൽ ടു 0. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചില പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഏതെങ്കിലും കാരണവശാൽ ടി ഓഫ് 0 കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ പറയാൻ പറ്റും ആ തന്നിരിക്കുന്ന ടി എന്തല്ല എന്ന്, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രൂഫിലേക്ക് പോകാം. നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. ടി ഓഫ് 0 പ്ലസ് 0. ഓക്കെ, ടി ഓഫ് 0 പ്ലസ് 0 എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും എന്ത് തന്നെ ആയിരിക്കും? ടി ഓഫ് 0 ആയിരിക്കും, കാരണം 0 എലമെൻ്റ് ആണല്ലോ. ഇനി ഈ അഡീഷൻ ഞാൻ എടുത്തിരിക്കുന്നത് ഡബ്ല്യൂയിലാണ് കേട്ടോ. ഈ അഡീഷൻ ഞാൻ എഴുതിയിരിക്കുന്നത് നമ്മൾ ഡബ്ല്യൂയിലാണ്. കാരണം ടി ഓഫ് 0 കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. ടി ഓഫ് 0 കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അത് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? ആ ഡബ്ല്യൂ എലമെൻ്റ് ആയിരിക്കും. അപ്പം ഡബ്ല്യൂ എലമെൻറ്റിനെ ഡബ്ല്യൂയിലെ 0 എലമെൻറ്റോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ടി ഓഫ് 0 തന്നെ കിട്ടും. ഈ ടി ഓഫ് 0 വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ടി ഓഫ് 0 പ്ലസ് 0 എന്ന് എഴുതാൻ പറ്റും. നമുക്കറിയാം ഈ 0 എവിടുത്തെയാണ്? ഈ ഇൻസൈഡ് കിടക്കുന്ന ടി ഓഫ് 0 കിടക്കുന്ന 0 എവിടുത്തെയാണ്? വിയിലാണ്. ആ 0യെ ഞാൻ വിയിലെ 0 വെക്ടർ കൊണ്ട് ആഡ് ചെയ്തു. അപ്പോൾ ടി ഓഫ് 0 പ്ലസ് 0 നമ്മൾ എഴുതി. ഇനി ഇതിനെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയ സ്ഥിതിക്ക് ടി ഓഫ് 0 പ്ലസ് 0യെ നമുക്ക് എങ്ങനെ എഴുതാം? ടി ഓഫ് 0 പ്ലസ് ടി ഓഫ് 0 എന്ന് എഴുതാം. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? നമ്മൾ തുടങ്ങിയത് ഇവിടെയാണ്. ടി ഓഫ് 0 പ്ലസ് 0 ഈക്വൽ ടു ടി ഓഫ് 0 പ്ലസ് ടി ഓഫ് 0 എന്ന് എഴുതും. നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ടി ഓഫ് 0 ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, അതായത് നമുക്കിപ്പം കിട്ടിയത് ടി ഓഫ് 0 പ്ലസ് 0 ഈക്വൽ ടു ടി ഓഫ് 0 പ്ലസ് ടി ഓഫ് 0. ഈക്വേഷൻ നമുക്ക് കിട്ടിയത്. ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ടി ഓഫ് 0 ക്യാൻസൽ ചെയ്യുന്നു. നമുക്കപ്പം മിച്ചം എന്ത് കിട്ടും? 0 ഈക്വൽ ടു ടി ഓഫ് 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. ഇനി രണ്ടാമത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് നോക്കാം. രണ്ടാമത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് ഫോർ ഈച്ച് വി എലമെൻറ്റ് ഓഫ് വി ടി ഓഫ് മൈനസ് വി എന്ന് പറയുന്നത് മൈനസ് ടി ഓഫ് വി ആയിരിക്കും. പിടിയോ? ടി ഓഫ് മൈനസ് വി ഈക്വൽ ടു മൈനസ് ടി ഓഫ് വി. അത് നമ്മുടെ സ്കെയിലാർ പ്രോപ്പർട്ടി നമുക്ക് ഡയറക്റ്റ് കിട്ടും. എന്നാലും നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് ടി ഓഫ് മൈനസ് വി ഈക്വൽ ടു മൈനസ് ടി ഓഫ് വി. അപ്പോൾ നമുക്ക് ഇതിനെ പ്രൂവ് ചെയ്ത് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ടി ഓഫ് മൈനസ് വി. ഈ മൈനസ് വി എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? -1 ഇൻറ്റു വി ആണേ. നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷന് രണ്ടാമത്തെ ഹോമോജീനിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് ഇതിനെ എന്ത് എഴുതാം? -1 ഇൻറ്റു ടി ഓഫ് വി എന്ന് എഴുതാം. ഈ -1 ഇൻറ്റു ടി ഓഫ് വിയെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് എഴുതാം? മൈനസ് ടി ഓഫ് വി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പ്രൂഫ്. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ. നമ്മൾ പഠിച്ചിരിക്കുന്നത് നോക്കിയേ, ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടി ഓഫ് ആൽഫ വി പ്ലസ് ബി നമ്മൾ എന്താ പഠിക്കുക? ആക്ച്വലി എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ നമ്മൾ എന്താ കഴിക്കുന്നത്? ആൽഫ ഇൻറ്റു ടി എക്സ് പ്ലസ് ബീറ്റ ഇൻറ്റു ടി വൈ എന്ന് പഠിച്ചിട്ടില്ലേ? അതിൻ്റെ ജനറലൈസേഷനാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അതിൻ്റെ ജനറലൈസേഷൻ. കാരണം ഇവിടെ ഉണ്ട് എൻ വെക്ടേഴ്സ് ഉണ്ട്. ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 പ്ലസ് എക്സെട്ര ആൽഫ ഇൻ വി നമുക്ക് എന്ത് എഴുതാം? ആൽഫ 1 ഇൻറ്റു ടി വി 1 പ്ലസ് എക്സെട്ര ആൽഫ ഇൻ ടി വി എന്ന് നമുക്ക് എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഡെഫിനേഷൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ട് ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈയെ നമുക്ക് എന്ത് എഴുതാം? ആൽഫ ഇൻറ്റു ടി എക്സ് പ്ലസ് ബീറ്റ ഇൻറ്റു ടി വൈ എന്ന് എഴുതാം. ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ കേസിൽ രണ്ട് വെക്ടറിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഇത് പഠിച്ചത്. ഇതിൻ്റെ ജനറലൈസേഷൻ ആണ് ആക്ച്വലി.
നമ്മൾ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എൻ എന്ന് പറയുന്ന എൻ സ്കെയിലേഴ്സ് ചൂസ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളിതിനെ ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 പ്ലസ് എക്സെട്ര ആൽഫ എൻ വി എൻ, അത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറയുന്നത് ആൽഫ 1 ഇൻറ്റു ടി വി 1 പ്ലസ് ആൽഫ 2 ഇൻറ്റു ടി വി 2 പ്ലസ് എക്സെട്ര ആൽഫ എൻ ഇൻറ്റു ടി വി എൻ. ഓക്കെ, ഈ മുകളിൽ ഇരിക്കുന്നതിൻ്റെ ജനറലൈസേഷൻ ആക്ച്വലി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണേ. അതായത് ഇവിടെ എൻ വെക്ടർ മാറ്റിയിട്ട് എൻ എന്നുള്ളത് നമ്മൾ 2 ആക്കി എന്നിരിക്കട്ടെ. എൻ ഈക്വൽ 2 ആയിക്കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഏതാ കിട്ടുന്നത് ടി ഓഫ് ആൽഫ 1 വി 1 പ്ലസ് ആൽഫ 2 വി 2 ഈക്വൽ ടു ആൽഫ 1 ടി വി 1 പ്ലസ് ആൽഫ 2 ടി വി 2. ഇത് ഓൾറെഡി നമ്മുടെ എന്താണ്, നമ്മുടെ ഡെഫിനിഷനിൽ തന്നെ പെട്ടതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. ഇവിടെ നമ്മൾ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇൻഡക്ഷൻ അപ്ലൈ ചെയ്താൽ എങ്ങനെ അപ്ലൈ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇതിന് പ്രൂവ് ചെയ്തല്ലോ, ഇനിഷ്യൽ കേസ് ഇതിന് ട്രൂ ആണ്, ഇത് നമ്മൾ ട്രൂ ആണ്. അപ്പോൾ ഇൻഡക്ഷൻ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിന് n ഈക്വൽ 2 ഇത് ട്രൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും, n-1 ഇത് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, n-1 ഇത് ശരിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അസ്യൂം ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഓഫ് ആൽഫ 1 വി 1 പ്ലസ് എക്സെട്ര ആൽഫ n-1 വി n-1 എങ്ങനെ എഴുതാമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ആൽഫ 1 ഇൻറ്റു ടി വി 1 പ്ലസ് എക്സെട്ര ആൽഫ n-1 ടി വി n-1. ഇത് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമ്മൾ എങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഏതിന് പ്രൂവ് ചെയ്യണം, ആ എന്നിന് നമ്മൾ പ്രൂവ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ പ്രൂവ് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ആൽഫ 1 വി 1 പ്ലസ് എക്സെട്ര ആൽഫ n-1 വി n-1 ആൽഫ എൻ വി, ഇത്രയും പാർട്ടിനെ നമ്മൾ ഒരു വെക്ടറായിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്യണം. ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് ഇൻസൈഡ് ആൽഫ 1 വി 1 തുടങ്ങി ആൽഫ n-1 വി n-1 കൊടുത്തില്ലേ, ഇതിനെ ഇത്രയും ഒറ്റ വെക്ടറായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. എങ്കിൽ നമ്മൾ 2 വെക്ടറിന് പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ, ആ കേസ് പ്രകാരം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ടി ഓഫ് ആൽഫ 1 വി 1 പ്ലസ് എക്സെട്ര ആൽഫ n-1 വി n-1 പ്ലസ് ആൽഫ എൻ വി എൻ നമുക്ക് എഴുതാം. ഓക്കെ, കാരണം 2 വെക്ടറിന് ഇത് ട്രൂ ആണല്ലോ. ടി ഓഫ് എക്സ് പ്ലസ് വൈ നമുക്ക് ടി ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് വൈ എന്ന് എഴുതല്ലോ. ഇനി ഇതിനെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതാം. കാരണം എന്താ, നമ്മൾ n-1 ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട് ഈ കാര്യം. അപ്പം ഇതിങ്ങോട്ട് കൊണ്ടുവരിക, ഇതിങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, ആൽഫ 1 ടി വി 1 എക്സെട്ര ആൽഫ n-1 ടി വി n-1 പ്ലസ് എക്സെട്ര. ഇനി പ്ലസ് ടി ഓഫ് ആൽഫ എൻ വി എൻ നമുക്ക് എന്ത് എഴുതാം, ആൽഫ എൻ ടി വി എൻ. ഇപ്പം നമുക്ക് കിട്ടി, നമുക്ക് പ്രൂഫായി. നമ്മളപ്പോൾ ആർക്ക് പ്രൂവ് ചെയ്തു, എന്നിനും പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് ആണ്. അപ്പോൾ ഇതാണ് ഇൻഡക്ഷൻ മെത്തേഡിൽ നമ്മൾ പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞു. ഓക്കെ.